നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനം കൂടിയിരുന്നു. MLA-മാരെല്ലാം അവരുടെ നാടിൻ്റെയും പ്രശ്നങ്ങളടക്കം നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഫാത്തിമ തെഹ്ലിയ MLA അവതരിപ്പിച്ചൊരു വിഷയത്തിലേക്കാണ്. താൻ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് പരാതി ഉന്നയിച്ചിരിക്കുകയാണ് ഫാത്തിമ തെഹ്ലിയ. ആർക്കും എന്തും പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് സോഷ്യൽ മീഡിയ മാറി. മുഖമില്ലാത്ത എത്രയോ മനുഷ്യർ എത്രയോ ആളുകളെ സമൂഹ മാധ്യമത്തിലൂടെ ചീത്ത വിളിക്കുന്നു. വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് AI-യുടെ കാലമാണെന്നും ആർക്കും എവിടെയും ഇരുന്ന് പോസ്റ്റുകൾ ഫോട്ടോ ഉപയോഗിച്ച് ചെയ്യാനാകുമെന്നും എല്ലാ സ്ത്രീകൾക്കും പൊതുമധ്യത്തിലും സമൂഹ മാധ്യമത്തിലും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഇടം ഉണ്ടാകണമെന്നും ഫാത്തിമ തെഹ്ലിയ വ്യക്തമാക്കി. സൈബർ ആക്രമണത്തിന്റെ സ്ക്രീൻഷോട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു. നിയമസഭയിലെ ഉദ്യോഗസ്ഥർ അത് സൈബർ പോലീസിന് കൈമാറുമെന്നും സ്പീക്കറുടെ ഉറപ്പ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലെ അനിയന്ത്രിതമായ സൈബർ ആക്രമണങ്ങൾക്കും സ്ത്രീ വിരുദ്ധതയ്ക്കുമെതിരെ ശക്തമായ ശബ്ദമാണ് ഉയർത്തിയിരിക്കുന്നത് ഫാത്തിമ തെഹ്ലിയ. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അപകീർത്തികരമായ പോസ്റ്റർ അടക്കം തെളിവടക്കം കൊണ്ടുവന്നാണ് നിയമസഭയിൽ ഈ ഒരു വിഷയത്തെ ഫാത്തിമ തെഹ്ലിയ ഉയർത്തിക്കാട്ടിയത്. എന്നാലും വിഷയം അടിയന്തര അന്വേഷണത്തിനായി സൈബർ പോലീസിന് കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. മുഖമില്ലാത്ത എത്രയോ മനുഷ്യരാണ് ദിവസേന സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത്. വർഷങ്ങളായി നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയുടെ ഈ അതിപ്രസരവും വേട്ടയാടലുകളും നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇത് നിർമ്മിത ബുദ്ധി, അതായത് AI ലോകത്തെ മാറ്റിമറിക്കുന്ന കാലമാണെന്നും ആർക്കും എവിടെയിരുന്ന് മറ്റുള്ളവരുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത് വ്യാജ പോസ്റ്റുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നത് ഭയപ്പെടുത്തുന്നതാണെന്നും തെഹ്ലിയ ഓർമ്മിപ്പിച്ചു. എല്ലാ സ്ത്രീകൾക്കും പൊതുമധ്യത്തിലെ സമൂഹ മാധ്യമങ്ങളും ഭയമില്ലാതെ മാന്യമായി സംസാരിക്കാനും നിലപാടുകൾ വ്യക്തമാക്കാനുമുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഉണ്ടാകണമെന്നും അവർ പറഞ്ഞു. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ സ്വകാര്യതയുണ്ട്. അത് മാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. ഒരു മൊബൈൽ ഫോണുമായി എത്തി ഒരാളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് കടക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും അവർ പറഞ്ഞു. എന്തായാലും നേരത്തെയും ഫാത്തിമ തെഹ്ലിയ ഇത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപത്തിനെതിരെ പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ചൊരു സമൂഹ മാധ്യമ കുറിപ്പിലൂടെ നേരത്തെ ഇത് സമൂഹത്തിന് മുന്നിൽ വരച്ചു കാട്ടിയൊരു പ്രശ്നമാണിത്. ആ കുറിപ്പ് ഇപ്രകാരമാണ്: തന്നെ ലക്ഷ്യമാക്കി തൻ്റെ സ്വകാര്യത ലംഘിക്കുന്ന പാപ്പരാസി വീഡിയോ പ്രവർത്തനങ്ങളോടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദിവസേന നിരവധി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് തൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അത്തരം പരിപാടികളിൽ സംഘാടകർ ഔദ്യോഗികമായി ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കാനായി ആളുകളെ ചുമതലപ്പെടുത്താറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു തിരിച്ചറിയൽ അടയാളങ്ങളുമില്ലാതെ മീഡിയ എന്ന പേരിൽ ചിലർ പരിപാടികളിൽ ഇടപെടുകയും ചിത്രീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരാണ് സംഘാടകർ നിയോഗിച്ചവർ, ആരാണ് അനധികൃതമായി ഇടപെടുന്നവർ എന്നത് പലപ്പോഴും തിരിച്ചറിയാനാകാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്നും ഫാത്തിമ തെഹ്ലിയ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതായത് സ്പീക്കർ നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം. അത് എന്തും മുഖമില്ലാതെ ഒരു ഫോട്ടോയ്ക്ക് മറവിലിരുന്ന്, ഒരു ഫോണിൻ്റെ മറവിലിരുന്ന് ധൈര്യമായി ആരെയും എന്തും പറയാമെന്ന ഒരു ലൈസൻസായി പലരും അതെടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ പ്രശ്നത്തിൽ ഉടൻ തന്നെ വലിയൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പാലക്കാട് MLA രമേശ് പിഷാരടിയും നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നിർണായകമായ ചില പ്രസ്താവനകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്: സാർ, ഈ ധനകാര്യ ബില്ലിനെ ഞാൻ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇതിലൂടെ നമ്മൾ ജനങ്ങൾക്കൊരു പുതിയ കേരളമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ആളുകൾ അതിൽ എന്തുമാത്രം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെയുള്ള എല്ലാ MLA-മാരുടെ ഓഫീസിലും നിയമസഭയിലും ഇപ്പോൾ കാണുന്ന ഈ ഒരു വലിയ തിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുക എന്ന പൊതുപ്രവർത്തകരുടെ ആവശ്യം നടത്തുന്നതിന് അത്യാവശ്യമായൊരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സാർ. ഏകദേശം 71ഓളം പുതിയ MLA-മാരും അത്ര തന്നെ പരിചയസമ്പന്നരായ MLA-മാരും ഉള്ള ഒരു സഭയാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിതിൽ വലിയ പ്രതീക്ഷയാണ്. പുതിയ ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഇതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ പറ്റി ഞാൻ വെറുതെ ഒരു പഠനം നടത്തി. ഒരു മാസമാകുന്ന സാഹചര്യത്തിൽ ഞാനൊരു അനലിറ്റിക്സ് എടുത്തു. അത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു MLA ഓഫീസിൽ സാധാരണഗതിയിൽ ഒരു 40 നിവേദനങ്ങൾ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. 40 നിവേദനങ്ങൾ. ഈ 40 നിവേദനങ്ങൾ നമ്മൾക്ക് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ഏകദേശം 100 ദിവസമാകുമ്പോൾ ഇതിൻ്റെ എണ്ണം 4000 എണ്ണമാണ്. MLA എന്നുള്ള നിലയിൽ നമ്മൾ 5 കൊല്ലമാണ് ഒരു MLA-യുടെ ടേം എങ്കിൽ അത് 365 × 5 1825 ദിവസങ്ങളാണ്. ഈ 1825 ദിവസങ്ങൾ MLA ആയിരിക്കുന്ന ഒരാൾക്ക് 100 ദിവസം കൊണ്ട് 4000 നിവേദനങ്ങൾ കിട്ടുന്നുണ്ട്.
ഈ 4000 നിവേദനങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ കല്യാണത്തിന് മുമ്പ് നേരിട്ട് പറയുന്നതും വഴിയിൽ കാണുമ്പോൾ പറയുന്നതും വാട്സപ്പിലൂടെ തരുന്നതും ഇമെയിലിലൂടെ തരുന്നതും ഫോണിലൂടെ വിളിച്ച് പറയുന്നതും എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ 4000 നിവേദനങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്പീഡാക്കി കൊടുക്കുമ്പോഴാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും അത് കേൾക്കാനും എല്ലാം പറ്റുള്ളൂ. ഇവർ പറയുന്നുണ്ട്, ഇവർ എഴുതി തരുന്നുണ്ട്, അവരെ നമ്മൾ കേൾക്കണം. അപ്പോൾ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് ഒരാൾക്കുള്ളത് 2 സ്റ്റാഫുകളാണ്. ഇതിൽ ഒരു സ്റ്റാഫിനെ ബഹുഭൂരിപക്ഷം MLA-മാരും ഡ്രൈവർമാരായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ഒരു സ്റ്റാഫും കൂടെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാഫും MLA എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കൂടാതെ നടത്തേണ്ടുന്ന പൊതുകാര്യങ്ങൾ, നിയമസഭയിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത്രയധികം ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, ഇത്രയധികം ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇൻഡിഗോ ഓഫീസിൽ ചായ കൊടുക്കാൻ പോയി. ഇപ്പോൾ ആ ചേട്ടൻ ചായ വെച്ചിട്ട് കൈ ഒരൊറ്റ കുട ഉടഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചേട്ടാ? ചോദിച്ചു ചായ കൊടുത്ത് എൻ്റെ കൈ കഴച്ചു. കാരണം 10 വർഷം ഈച്ചയും പൂച്ചയില്ലായിരുന്ന സ്ഥലമാണ്, ഇപ്പം നിറച്ച ആളാണ് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ സ്റ്റാഫുള്ള പയ്യനും അതേപോലെ ഓഫീസിൽ നിന്ന് കാണിച്ചു, കുറേ നിവേദനം കൊണ്ടു തന്നിട്ട് അവനും കൈ ഉടഞ്ഞിട്ട് പോവുകയാണ് സാർ. അപ്പോൾ ജനങ്ങളുടെ ഇത്രയും വരുന്ന ഒരു ആവശ്യം ഞാനിതിനെ പഠിച്ചു നോക്കിയപ്പോൾ ഇത്രയും 100 ദിവസം കൊണ്ട് 4000 ആകുമ്പോൾ 1890 അത് എത്രയാണ്? അപ്പോൾ അതിനെ പരിഗണിക്കാനും അതിനെ വായിക്കാനും കൃത്യമായ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അയക്കാനും പ്രതിഭാശാലിയായിട്ടുള്ള ഒരാളെ നമുക്ക് നിയോഗിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ഓഫീസിലും. അത് MLA-യുടെ സ്റ്റാഫ് എന്നാണ് പറയുന്നതെങ്കിലും അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ബഹുഭൂരിപക്ഷം MLA-മാരോട് സംസാരിച്ചപ്പോഴും അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരിലേക്കൊന്നും നമുക്ക് കൃത്യമായി എത്താൻ, അവരെ പരിഗണിക്കുന്നതിന് ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നതിനും ആളുകളോട് കൃത്യമായി സംവേദിക്കുന്നതിനുമൊക്കെ ഒരാളെ നിയമിക്കുന്നതിന് അർഹമായ ശമ്പളവും ഒരാളെയും കൂടെ അതിലേക്ക് നിയമിച്ച് തരുന്നതിനും ഒരു നടപടി ഉണ്ടായാൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നു. കാരണം നമ്മളെല്ലാം 3ാം ലോക രാഷ്ട്രങ്ങളിൽ ജനിജീവിച്ച ആളുകളാണ്. അവിടെ എല്ലാത്തിനും ഒരു കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്നുള്ള വ്യവസ്ഥയുണ്ട്. ഒരു 1000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 5 പൈപ്പ് ചോറുണ്ണാൻ വിട്ട് ആ ചോറ്റുപാത്രം എങ്ങനെയാലും കുത്തിക്കയറ്റി കൈ കഴുകുക എന്ന് പറയുന്ന തിരക്ക്, ബസ്സിലാണെങ്കിൽ കയറാൻ തിരക്ക്, സീറ്റ് കിട്ടാൻ തിരക്ക്, സീറ്റ് ഇരിക്കാൻ ഒരു പ്രതിഭ വേണം. അങ്ങനെ ഇവനൊരു കല്യാണ വീട്ടിൽ പോലും 11 മണിക്ക് ചോറുണ്ണേണ്ട സമയം അല്ലെങ്കിൽ പോലും തുറന്നു വയ്ക്കുമ്പോൾ ആളുകൾ ഇടിച്ചു കയറുന്നത് ഈ തിരക്കിനോട് പൊരുതിയാണ് 3ാം ലോക രാഷ്ട്രങ്ങളിലുള്ള ആളുകളെല്ലാം ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ MLA ഓഫീസുകളിലാണെങ്കിലും ഇവിടെയാണെങ്കിലും മന്ത്രിമാരെ കാണാൻ വരുന്നവർക്കാണെങ്കിലും എല്ലാം ചിലർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്ന് കാണാൻ പറ്റാതെ പോകേണ്ടി വന്നാൽ കയ്യൂക്കുള്ള മറ്റാരോ കയറിപ്പോയാൽ അത് അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സാർ. അപ്പോൾ അവരെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മളുടെ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ ഒരു ചെറിയ വർധന ഉണ്ടായിരുന്നെങ്കിൽ, ഒരാളെയെങ്കിലും കൂടുതൽ നിയമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. ഇത് MLA-മാർക്ക് വേണ്ടി എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു അസഹിഷ്ണുത തോന്നുന്നത്. അവരാരും വ്യക്തിപരമായ നമ്മുടെ ഒരു സഹായത്തിനുമല്ല, ജനങ്ങളുടെ കാര്യം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കൂടെ പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് എല്ലാ തരത്തിലും ഈ ധനകാര്യ ബില്ലിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഒരു വലിയ മോട്ടീവ്, നമ്മൾ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ ബജറ്റ് അവതരിപ്പിച്ചത്, എങ്ങനെയാണോ നമ്മൾ ജനങ്ങളുമായി സംവേദിക്കേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ ഏത് തരത്തിലെല്ലാമാണ് നമ്മൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള എത്തിച്ചേരാൻ അവർ നമ്മളോടൊപ്പം അവർക്ക് വേണ്ട എല്ലാ പരിഗണനയും നമുക്ക് കൊടുക്കാൻ, പ്രത്യേകിച്ച് പാലക്കാടൊക്കെ ഈ ഒരു തരംഗം അത്രയ്ക്ക് ഉണ്ടായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളല്ല. അപ്പോൾ സമീപത്തുള്ള മണ്ഡലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ ഒരുപാട് പേര് ഞങ്ങളെപ്പോലുള്ള MLA-മാരെ കാണാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പാലക്കാടിനും മറ്റു മണ്ഡലങ്ങൾക്കും വേണ്ടി ഇത് പരിഗണിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പൂർണ്ണമായും ഈ ധനകാര്യ ബില്ലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു പുതിയ കേരളം സമ്മാനിക്കാൻ നമുക്കാകും എന്ന വലിയ പ്രത്യാശയോടുകൂടി നിർത്തട്ടെ സാർ. നന്ദി. താങ്ക് യു.